എനിക്ക് പറ്റില്ല, എനിക്ക് തിരിച്ച് വീട്ടിലെ പോകണം. എനിക്ക് ഒരിക്കലും പറ്റില്ല. എനിക്ക് ഇങ്ങനെ പല ആൾക്കാരുടെ കൂടെ ജീവിക്കണം എനിക്ക് ആഗ്രഹമില്ല. ഓക്കെ, പക്ഷേ ഞാനിവിടെ ക്യാപ്റ്റൻ ആയതിനു ശേഷം ഫുൾ എന്താ പറയുക ഇന്ന ടാർഗറ്റ് ചെയ്തിട്ടാണ് എല്ലാരും കളിച്ചിരുന്നത് അല്ലേ? ആണ്. ജയിൽ നോമിനേഷൻ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ പറയാ. തീരുമാനമായി. ഞാനോ? എന്താ? ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ ഗതിയറിയാതെ ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ ഗതിയറിയാതെ ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോൾ മാറുന്നവനാരോ വീഴുന്നവനാരോ ഏകാന്തത താണ്ടി ജയിക്കാനാരോ. രാവിലെ 8 മണി. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. ഗുഡ് മോർണിംഗ് ബിഗ് ബോസ്. രാവിലെ 9:30. എന്റെ പേരെന്താ? എന്റെ പേര് എവിടുന്ന പേരിന്? ഞാൻ മേലാറ്റത്. ഡാൻസ് കളിച്ചിട്ടുണ്ടോ? ഡാൻസ് കളിച്ചിട്ടുണ്ടോ? ഞാൻ പാട്ടാ. ഹായ്, ഹലോ, ഹായ്, ഹായ്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്റെ പേരെന്താ? എന്റെ പേര് മഹാസ്. എന്റെ പേരെന്താ? ഫാത്തിമ. എന്റെ പേരെന്താ? മെഹിസ ഫാത്തിമ. എന്റെ പേരോ? ദിയ. എന്റെ പേരോ? മഹാസ്. നിങ്ങൾ എവിടുന്നാ വരുന്നോ? ഞാൻ മേലാറ്റൂർ. ജോ. ഞാൻ കമ്പങ്ങ. ഹലോ, ഹായ്, ഹായ്. എന്റെ പേര് വലൈക്കും. എന്റെ പേരെന്താ? പാണ്ടിക്കാട്. എന്റെ പേരെന്താ? എന്റെ പേര് ലീന. എന്റെ പേരെന്താ? ഹലോ. ഹലോ, ഹായ്. പേരെന്താ? 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 ഞാനും മരുമഞ്ചേരി. എല്ലാരും പേരെവിടെ? ടൂറിസം അടിച്ചു പൊളിക്കണ്ടേ? ഗെയിമും ചലഞ്ചും എല്ലാ പരിപാടി ഉണ്ടാവും. ഇതിൽ കുശുമ്പന്മാരൊക്കെ ഉണ്ടാവൂല്ലേ? കണ്ടാൽ തന്നെ അറിയാം ഓരോരുത്തരുടെ മുഖം കണ്ടാല്. വേറെ കാര്യമുണ്ട്, ഇന്ന് തന്നെ ഒരാൾ ഇതിന് ഔട്ടാവൂലേ? ഇന്ന് നോമിനേഷനാണ്. Atom Bomb presents It's Ski Time, Arun Ice Cream, Big Joss and Amrita Vedimudi Koichil and Lloyd Cooler. എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും ഭയങ്കര ഹാപ്പി അല്ലേ? ഇന്ന് നോമിനേഷൻ ചെയ്യണം. ഇന്ന് വൈകിട്ടാക്കാരം എവിക്ഷൻ പ്രക്രിയ. അപ്പോൾ കുറെ സമയമായി നിങ്ങൾ പുറത്തിരിക്കണു. ഇനി വീടിൻ്റെ ഉള്ളിൽ ചെന്ന് വീടൊക്കെ ഒന്ന് കാണി. അതുവരേക്കും ഒരു ചെറിയ ബ്രേക്ക്. ഞാനിവിടെ 100 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കണം, അല്ല ജയിലിൽ പോകാൻ വേണ്ടിയിട്ടല്ല. അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഒരുപാട് കഴിവുകളില്ല ആളാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ പോണ ആളാണ് ഞാൻ. അവിടുന്ന് നിങ്ങൾക്ക് ഇതിന്റെ എത്ര കഴിവുണ്ടോ? എന്ത് കഴിവ്? എന്ത് തണക്കില്ലത്? ഞങ്ങളെ കുടിയിൽ വെച്ചാൽ മതി. അത് ഗൾഫിൽ പോയപ്പോ കിച്ചണിൽ ഇതേപോലെ എപ്പോഴൊന്നും ഞാൻ കയറൂല. ഞാനിപ്പോൾ ഫസ്റ്റ് വന്ന ദിവസം തന്നെ ഞാൻ അത് പറയാണ്, കിച്ചണിൽ ഞാൻ ഒന്നും കയറൂല. ഞാൻ സ്റ്റോർ റൂമിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ആരാ എടുത്തോണ്ട്? ഞാൻ ഗാർഡൻ ഏരിയയിൽ കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഗാർഡനിലേക്ക് വരാം. ഞാൻ അവിടെ ഉണ്ടാവും. ആരാണ് ഈ ആഴ്ച ഈ ഒരു ദിവസം ജയിലിൽ പോണതും എവിക്റ്റഡ് ആവണതും ആരാന്ന് നമുക്ക് നോക്കണം. അതിന്റെ മുന്നേ നമുക്ക് ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കാണ്ട്. അപ്പൊ ക്യാപ്റ്റനെ ആർക്കൊക്കെ ബുദ്ധി? അപ്പൊ മിന്നു ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ. കയ്യടിച്ച് മിന്നു കേട്ടോ ക്യാപ്റ്റന് ജോൺടോലെ നിയന്ത്രിച്ചണ്ടേ. ടാസ്ക് എന്താന്ന് വെച്ചാല് നിങ്ങൾ തീരുമാനിക്കണ ഒരു 4 ആൾക്കാർ വന്നിട്ട് ഞാൻ അതിൽ 4 ലോട്ട് ഉണ്ട്. 4 ഓരോന്ന് എടുക്കുക. അതിൽ ഞാൻ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ പറയണ പോലെ ചെയ്യാം. ഇക്കോസ്, മാഹിർ, ദിയ, ആദി, 4 ആൾക്കാർ. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ ഉള്ളിൽ ഓരോ ലോട്ട് എടുക്കും. ഞാൻ തുറന്നു നോക്കിയിട്ട് ആർക്കൊക്കെ എന്തൊക്കെ കിട്ടിയെന്നില്ല വായിച്ചു. എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് പറയുക.
എന്ത് പറഞ്ഞാലും ഡാൻസ് ചെയ്ത് പറയുക. പറഞ്ഞാലും പച്ചക്കറിയോ എന്ത് പറഞ്ഞാലും പാട്ടുപോലെ പാട്ട് പോലെ പറയുക. അപ്പൊ ഇവള് എന്ത് പറഞ്ഞാലും കരഞ്ഞുകൊണ്ട് പറയും. ടാസ്ക് തുടങ്ങാൻ പോവാണ്. ഫസ്റ്റ് ഇക്കും. എന്റെ ജോലി എന്താ? എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗ്. അതൊക്കെ ഇന്ന് ബിരിയാണി. ഇഷ്ടപ്പെട്ട ഡ്രസ് ഏതാ? ജീൻസിന്റെ പാന്റും അടിപൊളി ടീഷർട്ട്. എന്താ പേര്? ഇഷ്ടമുള്ള ഡ്രസ് ഏതാ? മീഡിയം കുപ്പായം. കറിഞ്ഞു പറയാലോണോ? എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തത് ആരെ? എത്ര വയസ്സ്? 7 പാട്ട് പോലെ. എനിക്ക് എന്താ ജോലി? പേരെന്താ? എത്ര വയസ്സ്? ഇത് പാട്ടല്ല, കരയാണല്ലോ ഡാൻസ് കളിച്ചോണ്ട്. പറഞ്ഞ എന്റെ പേരെന്താണ്? എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ഇതിൽ ഇഷ്ടമില്ലാത്തത് ആര്? പോവാൻ ഇഷ്ടമുള്ള സ്ഥലം? വയനാട് റിസോർട്ട്. വയനാട് റിസോർട്ട് ഞങ്ങളൊക്കെ മാനേജ് ചെയ്യണ വെച്ചാണെങ്കിൽ ഈ ദിവസം ഓപ്പൺ നോമിനേഷൻ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്നിട്ട് പറയാം. ഈ വീട്ടിൽ നിൽക്കണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളെ നിങ്ങൾക്ക് ഇന്ന് നോമിനേഷൻ ചെയ്യാം. ഏറ്റവും കൂടുതൽ വോട്ട് ആരാണോ അവരൊക്കെ നോമിനേഷനിൽ വരും. പിന്നെ പ്രേക്ഷക വിധി പ്രകാരം ഇന്ന് വൈകിട്ട് ആർക്കാണോ വോട്ട് ഇല്ലാത്തത് ഒരു പുറത്തു പോകും. ഇക്കോസിനാണ് എന്താ പുറത്താക്കണേ. കാരണം മാമന് ഒരു കാരണം കിട്ടിയാ പിന്നെ അയിമ തൂങ്ങിയാണ്ട് മേത്തേക്ക് ചാടിങ്ങാണ്ട് അങ്ങനെ അങ്ങനെ തല്ല് കൂടി 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 ഇങ്ങനെ വരും. ഈ വീട്ടില് നിനക്ക് നിക്കണം എന്ന് തോന്നുന്ന ഒരാളെ എനിക്കിപ്പോ പറയാം. കാരണം പറയണം. കാരണം എനിക്ക് നിക്കണം എന്ന് തോന്നുന്ന സനൂനാണ്. സനു ഒരു കാര്യം ചെയ്യാതെ അങ്ങനെ മുണ്ടാതെ ഒരു തല്ലിനും വരാതെ അങ്ങനെ നിൽക്കണം. കാരണം മഹാസ്നേഹം ഓന് ഏത് നേരവും തല്ലാണ്. ഇവിടെ നിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. കാരണം അപ്പൊ ഒന്നും കാട്ടൂല. അപ്പൊ വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, അതന്നെ അപ്പാന്റെ പണി. എനിക്കിവിടെ ഒട്ടും എനിക്കിവിടെ ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റൻസ് ഇവൻ ഹാദിയാണ്. കാരണം പിന്നെ പറഞ്ഞുകൊണ്ടല്ല, വന്നത് മുതൽ ഞാൻ ഇവിടെ നോക്കി ഇങ്ങനെ കുത്തി മറിഞ്ഞ് ചാടി അവിടെ ആ പ്രോപ്പർട്ടി പൊട്ടിച്ചു. അതേപോലെ തന്നെ ഇവ വന്ന പോലെ പരിചയപ്പെടാതെ തന്നെ വേറെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ആഴ്ച ഫസ്റ്റ് ഓപ്പൺ നോമിനേഷൻ അതിനെ പറയുന്നു. പിന്നെ ഇവിടെ എനിക്ക് നിൽക്കണം എന്ന് തോന്നിയ ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ദിയ ഇവിടെ നിൽക്കണം തോന്നി. കാരണം ദിയ കുറച്ചുകൂടെ എല്ലാവരോടും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു ആളായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു ബിഹേവിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ദിയ. നോമിനേറ്റ് ചെയ്യുന്നത് ഇക്കൂനെയാണ്. അത് പറഞ്ഞാലൊന്നും കേൾക്കൂല. പിന്നെ എന്താ ഉണ്ടാവാത്ത ഒരു കാര്യം ഉണ്ടാക്കി പറഞ്ഞു. ഇഷ്ടമുള്ളത് തന്നെ പറയുന്നു. ഓല് നല്ലതാണ് പറഞ്ഞാലൊക്കെ കേൾക്കും. ഇതിലാരും എനിക്ക് ഇഷ്ടമല്ലാത്ത ഞാൻ പോകും. എന്തുകൊണ്ട് അപ്പൊ ഇവിടെ നിക്കണ്ടെന്ന് എനിക്ക് തോന്നിയേ. അപ്പനോട് ഇന്നാളെ ദിവസം മൈലാഞ്ചി ഇട്ടാൻ പറഞ്ഞിട്ട് ഇട്ടുന്നില്ല. എന്താ കാരണം ഞാൻ ഒറ്റക്ക് കളിച്ചാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ഒപ്പം ആരും നിൽക്കണം എനിക്ക് ഒരു നിർബന്ധമില്ല. തോന്നിയമാതിരി കളിച്ചാൽ പിന്നെ ഇത് ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ചാണ് വന്നിരിക്കുന്നത്, അല്ലാതെ വേറെ ഇതാക്കാനില്ല. നിങ്ങൾക്ക് രണ്ടാക്കും ഞാൻ ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുവരേക്കും ഒരു ചെറിയ ബ്രേക്ക്. തോന്നിയമാതിരി കളിച്ചാൽ ബിഗ് ബോസ് തരൂല. എനിക്ക് തോന്നിയ പോലെ ഞാൻ കളിച്ചു. തോന്നിയ പോലെ കളിച്ചാലേ ഇത് ബിഗ് ബോസ് ആണ് കേട്ടോ. അല്ല പേരല്ല പേരല്ലാന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആള് കണ്ട പോലെ ഒന്നുമല്ല, ഭയങ്കര കുശുമ്പ് മാത്രം. ഞാൻ ഈ കയറി വന്നപ്പോൾ ഇങ്ങനെയൊന്നുമല്ല ആൾക്കാരെന്ന് വിചാരിച്ചത്. ഈ മാത്രം ആളിന്നെ ഇതാക്കാത്ത, ബാക്കിയെല്ലാം എന്നെ നോമിനേറ്റ് ചെയ്തിരിക്കണം. അത് ഓല് കുറ്റം പറയണ ഓർക്ക് ഇഷ്ടാക്കാൻ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇവിടെ സത്യസന്ധമായിട്ട് നിന്നിട്ടൊരു കാര്യമല്ല. ഇവിടെ കള്ളം പറഞ്ഞ് പറ്റിച്ച് നിൽക്കുകയാണെങ്കിൽ 100 ദിവസം നമുക്കിവിടെ നിൽക്കാം.
അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് തോന്നണില്ല ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. എല്ലാവരും ഇവിടെ തള്ളും, അങ്ങനെയാണ് ബിഗ് ബോസ്. ഞാൻ അടുത്ത ആഴ്ചയിൽ ഞാൻ എന്നെ ഔട്ടാക്കും. ഒട്ടാക്കിക്കോ, ഞാനാ പണി ഒട്ടാക്കും. പറഞ്ഞ മനസ്സിലായി. ബൈബിളും അങ്ങനെ തന്നെ ചെയ്തത്. ഞാനോ? പക്ഷെ ഞാൻ വന്ന് ജിന്നല്ലേ എവിക്റ്റ് ചെയ്തത്. സ്വഭാവം തീരെ നല്ലതല്ല. ആ വന്നിട്ട് ഒരു ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ അതിനങ്ങ് തീരുമാനിച്ചോ? അങ്ങനെ ഞാൻ തീരുമാനിച്ചു. ഇനി തീരുമാനങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഞാൻ കേട്ടോ. എന്തായാലും ടാസ്ക് വരുന്നുണ്ടല്ലോ, ജയിൽ നോമിനേഷൻ വരുന്നുണ്ട്. അതിൽ നെക്സ്റ്റ് വീക്ക് കാണാം. സ്വഭാവം തീരെ നല്ലതല്ലേ? അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫസ്റ്റത്തെ ഡേ ആണ്. എല്ലാവരും നോമിനേഷൻ ചെയ്തില്ല, ആ ഒരു റീലാണെന്നൊക്കെ ഞാൻ കണ്ടു. ഇനി നമുക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ സ്റ്റോർ റൂമിൽ നിങ്ങൾക്ക് വെറുംചോറും മീൻകറി മീൻ പൊരിച്ചതൊക്കെ വെച്ചിട്ടുണ്ട്. ജയിൽ നോമിനേഷൻ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ പറയാം, അയാൾക്ക് കൂടുതൽ വോട്ടുണ്ടെങ്കിൽ ജയിൽ പോകും. തുടങ്ങിക്കോ. കാരണം എന്താ? കാരണം എന്താ ഇന്ന് പുതിയതായി വന്നാണ്, നല്ല ഒരു കടിപിടിയോടെ ഒരു ഈറുണ്ട്. നീ തീയ പറ. മിന്നു ഒരു ടാസ്കിന് ഒന്നിനും തരൂല, വെറുതെ പണിക്കാതെ ഇങ്ങനെ നിൽക്കും. ഞാൻ ഇക്കൂനാണ് എന്താ പോയ ജയിലിൽ കൂടാൻ പറയുന്നത്. കാരണം വന്ന അന്ന് തന്നെ എന്താപ്പോ ഒരു റൂളും വന്ന അന്ന് തന്നെ എല്ലാരോടും ദേഷ്യം മുടിച്ചിട്ട് വന്നപ്പോ അവന്റെ അവസരമാണോ പറയട്ടെ. വന്നപ്പോ തന്നെ എല്ലാരോടും ദേഷ്യം മുടിച്ചിട്ടാ വർത്താനം പറഞ്ഞത്. ഞങ്ങൾ ആരും അങ്ങനെ കാട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിക്കും. എന്താ സ്വഭാവം നല്ലതല്ല, പിന്നെ അഹങ്കാരം ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയും. ഞാനോ? എന്താ കാരണം ഉണ്ടല്ലോ, മൈലാഞ്ചിന്റെ കാര്യമാണെങ്കിൽ ഇവിടെ പറയാൻ നിൽക്കണ്ട. ഇക്കുണ്ടല്ലോ എന്നെ ചീത്ത അറിയലുണ്ട്. ഞാൻ നോമിനേഷൻ ചെയ്യണത് മാഹിർ. കാരണം എന്താ വെച്ചാൽ പവർ ടീം ഞാൻ കൊടുത്തു, പക്ഷേ പവർ ടീം അത്ര ഒരു പെർഫോമൻസ് എനിക്ക് ഇല്ലാന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് മാഹിർ. നീ ആദ്യക്കാർ ഇഷ്ടമില്ലാത്തതില് പറയാൻ പറ്റില്ല. ഇവിടെ ഈ കൂട്ടത്തിൽ ആരും ഇഷ്ടമില്ലാത്ത എന്താ കാരണം? ഓൻ വികൃതിയാട്ടിക്കണം, അതുകൊണ്ട് തന്നെ നോമിനേറ്റ് ചെയ്തു. ഓന് ചില സമയത്ത് ഇന്നെ കൂട്ടാതെ വേറെ ആരെങ്കിലും സ്വകാര്യം പറയും. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ നോമിനേഷൻ ജയിലിലേക്ക് പോവണത് ഇക്കോസും മാഹിറും. ഒരു ക്യാപ്റ്റനും ഒരു പവർ ടീമായുള്ള യാതൊരു റെസ്പോൺസിബിളും ഇല്ലാത്ത നിങ്ങൾ രണ്ടാളും ഈ ആഴ്ച ജയിലിക്കാണ്. അപ്പൊ വേറെ ജയിലിക്ക് പോണതിന്റെ മുന്നേ ഒരു ടാസ്ക് തരാണ്. ഞാൻ സ്റ്റോർ റൂമിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ആരാ പോയിട്ടുണ്ട്? ഗാർഡൻ ഏരിയയിൽ കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ അവിടെ കറക്റ്റ് കണക്ക് കാണൂല. ഗാർഡൻ ഏരിയയിൽ ഒരു വെച്ചിട്ടുണ്ട്. ഗാർഡൻ ഏരിയയിൽ വൈകിട്ട് 4:30 ക്യാപ്റ്റൻ ആയിരുന്നില്ല ശരി തന്നെ. പക്ഷെ ക്യാപ്റ്റൻ ആയെന്ന് വെച്ചിട്ട് വെറുതെ എന്തെങ്കിലും കാരണം ഇല്ലാതെ പറയാൻ പറ്റില്ല. എന്ത് കാരണത്തിനാ പറയാം? ഇവിടെ എന്ത് കാരണത്തിനാ പറഞ്ഞേ? അതാ ഞാൻ പറഞ്ഞു, ഒരു രണ്ടാളും ഒരു ടീമായി. എന്നിട്ട് നമ്മളെ പുറത്താക്കി. നിങ്ങൾ രണ്ടാളും അല്ല, ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ടാണ് കളിച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ രണ്ടാളും ഒരു ടീമായിങ്ങാണ്ട് പിന്നെ ഫസ്റ്റ് വന്നിട്ട് പവർ ടീം ആക്കിയ ആളാണ് ഓന്. പിന്നെ നമ്മക്കിട്ട് പറഞ്ഞ ലാസ്റ്റ് ഇജ് എന്തിനാ എന്നെ നോമിനേറ്റ് ചെയ്തത്? ഞാൻ പറയട്ടെ, അതല്ല ഓളെ ഇഷ്ടം, മനസ്സിലായി. അതല്ല ഞാൻ പറഞ്ഞത്. ഓളെ ഇഷ്ടം ഓക്കെ. പക്ഷെ ഞാനിവിടെ ക്യാപ്റ്റൻ ആയതിനു ശേഷം ഫുൾ എന്താ പറയുക, ഇന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് എല്ലാവരും കളിച്ചിരുന്നത് അല്ലേ? ആണ്. ഇവള് മുണ്ടാപ്പൂച്ചായിങ്ങാണ്ട് എല്ലായിടത്തും പോയിങ്ങാണ്ട് എല്ലാം കൂട്ടി കൊടുക്കുക ചെയ്യണേ. തന്നെ. പക്ഷെ ഈ പാവാണെന്ന് ഞാൻ കരുതിയത്. പക്ഷെ ഈ പാവല്ല. ഓള് വന്നിട്ട് എന്നോട് വന്നിട്ട് ഇവിടെ കുറ്റം പറഞ്ഞു. എന്നിട്ട് നേരെ പോയിട്ടുണ്ട് എന്റെ കുറ്റം അവിടെ കൊണ്ടുപോയി പറയട്ടെ. ഇതുണ്ട് എല്ലാവരും ഇന്നെ ഒറ്റക്കാക്കിക്കണപ്പോ. എന്ത് ഇജ് മറക്കണോ? ഇജ് പക്ഷെ നോമിനേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇവള് നോമിനേറ്റ് ചെയ്തു. ഇജ് ഇന്നെ നോമിനേറ്റ് ചെയ്തില്ലേ? എന്നോട് ഇന്നെ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു ആരെങ്കിലും? ആരാ പറഞ്ഞേ? ഏടോ
ഇനി എങ്ങനെ ഗെയിം കളിച്ചണമെന്ന് എനിക്കറിയാം. ഇനി ഒരാളെ സപ്പോർട്ടും എനിക്ക് വേണ്ട, ഒരാളെ സപ്പോർട്ടും എനിക്ക്. വൈകിട്ട് 6:30. എനിക്ക് പറ്റില്ല, എനിക്ക് തിരിച്ച് വീട്ടിലെ പോകണം. എനിക്ക് ഒരിക്കലും പറ്റില്ല. എനിക്ക് ഇങ്ങനെ പല ആൾക്കാരുടെ കൂടെ ജീവിക്കണം എനിക്ക് ആഗ്രഹമില്ല. സത്യം പറഞ്ഞു ചേച്ചി, ഇവിടെയാണ് എനിക്ക് റോൾ റെഗുലേഷൻ അല്ലേ പാവാട്ടിമുണ്ടോ പോട്ടൊക്കെ പോയിട്ട് ഇല്ലല്ലോ. മീഡിയയുടെ മുന്നേ ഇങ്ങനെ കീഴും നോക്കിക്കോ ചേച്ചി. എല്ലാരും ഉണ്ടായിരിക്കും. ഞാൻ ഗാർഡനിക്ക് വരാൻ പറഞ്ഞു വെച്ചിട്ട് ഇവിടെ കിടന്ന് ഒച്ചുണ്ടാക്കുക. അപ്പോൾ ആരൊക്കെയാണ് നോമിനേഷനിൽ വന്ന ആൾക്കാർ ഒന്ന് എണീറ്റുന്നാണ്. ഞാൻ 2 പേരാണ് എലക്ഷനിൽ വന്നിട്ടുള്ളത്. ഞാൻ സ്റ്റോർ റൂമിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ലീന ഒന്ന് പോയിട്ട് തരുമോ? എന്തിന്? കുറച്ച് ഓപ്പൺ ആക്കി വെക്കുമ്പോൾ 2 പേരും കൂടെ ഇന്ന് കുറച്ച് പേപ്പറുകൾ എടുക്കുക. ഏത് ആരുടെ കയ്യിലുള്ള പേപ്പറിലാണോ 10 ഉള്ളത് അയാൾ ഈ വീട്ടിൽ നിൽക്കും, മറ്റേ ആൾ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകും. ഈ ബുക്കിൽ ഈ ബിഗ് ബോസിന്റെ കുറെ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ പാലിച്ച് മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അതിലൊന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടി, കുത്ത്, ഇടി ഇതൊന്നും പറ്റൂല. അങ്ങനെ ഇതായി കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവും. പിന്നെ തെറി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലാലേട്ടൻ വരുമ്പോൾ ഔട്ടാക്കും. പിന്നെ പകൽ സമയങ്ങളിൽ കിടന്നുറങ്ങുന്ന ആൾക്കാരെ ഉറങ്ങിക്കഴിഞ്ഞാൽ ലക്ഷറി ബഡ്ജറ്റ് കട്ടാവും, നമ്മളെ പോയിന്റ്സ് നിന്ന് കമ്മിയാവും. പിന്നെ നമുക്ക് ഇപ്രാവശ്യം ഈ ആഴ്ചക്കത്തിലെ ഫുഡില്ലേ, ആ ഫുഡിനുള്ള സാധനങ്ങളും ഇതൊക്കെ പോയിന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഉണ്ടാവില്ല. പിന്നെ പ്രധാനമായിട്ട് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് മൈക്ക് എല്ലാവരും യൂസ് ചെയ്യണം. മൈക്ക് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പണിഷ്മെന്റ് തരും. അതായത് വെച്ച് കഴിഞ്ഞാൽ പവർ ടീം പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. കാരണം ഓൾക്കൊരു പവർ ഉണ്ടാവും. അപ്പോൾ ഓല് പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ എല്ലാവരും കേൾക്കണം. പിന്നെ ക്യാപ്റ്റൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ ഇതിൽ ഈ ഒരു റോൾ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ഇക്ബാലാണ്. കയ്യൊട്ടി നോക്കിയിരിക്കും. അതിന്റെ ഉള്ളിലൊരു ബിഗ് ബട്ടർഫ്ലൈ ഉണ്ട്. ആളെന്നായിക്കോട്ടെ അതെടുത്ത് ക്യാപ്റ്റന്റെ ചെസ്റ്റിലൊന്ന് വെച്ചോട്ടു. പവർ ടീം ആക്കാൻ കരുതിയിരിക്കുന്നത് ഞാൻ മാഹിറിനെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പവർഫുൾ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ ഹാദിനാക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് അലമ്പ് കളിച്ചുകൊണ്ട് ഞാനത് ക്യാൻസൽ ചെയ്തത്. അപ്പൊ ഇനി വാങ്ങിച്ചല്ലേ നീ അത് വെക്കുമ്പോ കൈയൊട്ടി. പിന്നെ ഇഷ്ടമില്ലാതിരിക്കും നമ്മളൊക്കെ. ഞാനാണ് ഇവിടെ ജയിച്ച. അവിടെ ഗാർഡൻ ഏരിയയിൽ ഒറ്റക്ക് നിക്കണ്. നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കിയാലോ? എന്താ ഇവിടെ ഒറ്റക്ക് ഇരിക്കണ്? ഇന്നലത്തെ ഇനിയിപ്പോ ടാസ്കും കാര്യങ്ങളും ആലോചിച്ചിട്ട് ഞാൻ അന്ന പവർ ടീം ആക്കിയതിൽ ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട്. ആദ്യം വിചാരിച്ചിരുന്നു ഓരോ പവർ ടീം ആക്കുന്നായിരുന്നു. ഞാൻ നിങ്ങളെ പവർ ടീം ആക്കിയില്ലേ, അതിന് ചിലപ്പോൾ ഇനി പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. എന്താ ഇവര് കലണ്ടറി ആദ്യമായിട്ട് വന്നതാണ് നമ്മളെ ബിഗ് ബോസ്ക്ക്. ഇവിടുത്തെ കഥകളൊക്കെ സംഭവം കേട്ടോ. ഇവിടെ ഫുള്ള് കുത്തിത്തിരിപ്പകരം. നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല. പുറത്തുനിന്ന് കളി കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഗെയിമും ചാലഞ്ചും ഒക്കെ അടിപൊളിയാണ്. പക്ഷെ ഇന്നൊരു ടാസ്ക് വരുന്നുണ്ട് എന്നല്ല പറഞ്ഞേ. ഇന്നൊരു ടാസ്ക് വരുന്നുണ്ട്. ആ ടാസ്ക് ചെയ്തിട്ടില്ലെങ്കിൽ പണിഷ്മെന്റ് ഉണ്ടാവും. പണിഷ്മെന്റ് അല്ല, ജയിലിൽ കൊണ്ടിടുക. പണിഷ്മെന്റ് ഒക്കെ ക്യാപ്റ്റന്മാര് തീരുമാനിച്ചാണ് എന്താ ഇവിടെ പറയുന്നത്. മാഹിറും അശ്വിനും മൈക്ക് ധരിക്കുക. മൈക്കില്ലേ? ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇവളൊക്കെ എന്നെ നോമിനേറ്റ് ചെയ്തതേ പവർ ടീമും ക്യാപ്റ്റനും. അത് ചരിത്രത്തിലില്ലാത്തതാണ്. ഒരിക്കലും ക്യാപ്റ്റനും പവർ ടീമും ജയിലിൽ പോകാൻ പറ്റില്ലല്ലോ. അതൊക്കെ എങ്ങനെ അങ്ങനെ വന്നേ? നമുക്ക് ബിഗ് ബോസിനോട് പറഞ്ഞാലോ? ബിഗ് ബോസ്, ഞങ്ങൾ ക്യാപ്റ്റനാണ് ഞാൻ, ഇവൻ പവർ ടീമാണ്. ഒരിക്കലും ഞങ്ങൾ ജയിലിൽ പോകാൻ യോഗ്യത ഇല്ലാത്ത ആൾക്കാരാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം വന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ക്യാപ്റ്റനൊന്നല്ല, ക്യാപ്റ്റൻ ആയാലും യോഗ്യത ഒന്നും ഇല്ല എനിക്ക്. എന്ത് യോഗ്യത എനിക്കില്ലേ? എന്ത് ലാലേട്ടന് എനിക്ക് മാത്രം മിഠായി നിൽക്കണം. ഷോറൂമിൽ എന്റെ പേര് എഴുതി കണ്ട് വെച്ചിക്കണല്ലോ. അപ്പൊ എന്താ ഷോറൂമില് കയ്യാങ്കളി, അച്ചടക്കമില്ലായ്മ എന്നീ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇക്കുവിനെയും മാഹിറിനെയും
ജയിലിലടക്കുന്നതിനായി എല്ലാവരും ആനയിച്ചു കൊണ്ടുപോവുക. ഇതിലിപ്പോ ആരാരെ കൊണ്ടുപോണേ? അടുത്ത ആഴ്ച നിങ്ങൾ വരും. നിങ്ങൾ വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് ജയിലിലേക്ക് വരുന്നു വേണ്ട. പിന്നെ ജയിലിൻ്റെ താക്കോൽ സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്, എടുത്തുകൊണ്ട് വരിക. ഞാൻ കോണി പോയിക്കോ, ഞങ്ങൾ പോണില്ല, ഞങ്ങൾക്ക് ഇഷ്ടമൊന്നുമില്ല ജയിലിലേക്ക് പോകാൻ. ചോറും കഴിഞ്ഞൊക്കെ ഞങ്ങൾക്ക് സ്പെഷ്യലൊക്കെ വരുന്ന ഞങ്ങൾക്കും കൊണ്ടുവരണം കേട്ടോ. ചോക്ലേറ്റ്സ് ഹലോ പിന്നെ ചോക്ലേറ്റും പായസമൊക്കെ കൊണ്ടുവരണം കേട്ടോ. ഇവിടെ ജയിലിലിട്ടിട്ട് ഒരാൾക്ക് സങ്കടം, ജയിലിലിട്ടിട്ട് അതാ ടാറ്റാ ടാറ്റാ. അങ്ങനെ ബിഗ് ബോസ് കഴിഞ്ഞു. ഇന്നലെ ഇന്നായിട്ട് ചെറിയൊരു ബിഗ് ബോസിന്റെ കുറെ സംഭവങ്ങൾ ഇതിൽ ആഡ് ചെയ്യാൻ കേട്ടോ. പക്ഷെ ഒന്നാമത് ഞങ്ങളെ ബിഗ് ബോസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ ഇല്ലതുകൊണ്ട് നമ്മൾ ഓണം പോലെ പറഞ്ഞ ഒരു ചെറിയ സെറ്റപ്പ് ആക്കി ഉണ്ടാക്കിയ. പക്ഷെ ഇതിൽ കുറെ കോമഡി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യായിരുന്നു. പക്ഷെ എല്ലാരും ഒരുമിച്ച് കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാത്തത്. നാളെ തുറക്കും, അതുകൊണ്ട് മദ്രസൊക്കെ ശനിയാഴ്ച തുറക്കും. അതുകൊണ്ടാണ് എല്ലാവർക്കും ബൈ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.